സ്വാഗതം സ്വാഗതം ഓതുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. സുദീർഘമായൊന്നും ഇപ്പോ സംസാരിക്കുന്നില്ല. നമുക്ക് വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് വളരെ ഭയാനകരമായ രീതിയിൽ പത്രമാധ്യമങ്ങളും മറ്റു സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ ലോകത്തെ വലിയ ഒരു ഭീകര വസ്തുവായിട്ട് ഭീകരമായ രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും അതിനെ തുടർന്ന് സമൂഹത്തിലാകെ വലിയ രോഗഭയം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അക്യുപഞ്ചർ ചികിത്സയിലൂടെ നമ്മുടെ കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ രോഗഭയമില്ലാതെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമുള്ള പ്രചരണങ്ങളിലൂടെ ആരോഗ്യ ചികിത്സയുടെ കൃത്യമായ ശരിയായ വഴി സമൂഹത്തിലേക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഈ അക്യുപഞ്ചർ ചികിത്സ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായി നമുക്ക് അറിയാവുന്നതുപോലെ അക്യുപങ്ചർ അക്കാദമി അതിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ അതിന്റെ ശേഷം ചികിത്സാ രംഗത്ത് വലിയ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ സൂം മീറ്റിങ്ങിലൂടെയും മറ്റുമെല്ലാം പല വിഷയങ്ങളിലുമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യ പാലനം വാട്സപ്പ് ഗ്രൂപ്പ് ഏതാണ്ട് 1000-ഓളം ആളുകളുള്ള വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇതിൽ നാം സെലക്ട് ചെയ്തിട്ടുള്ള വിഷയം പനി നാം അറിയേണ്ടതും തിരുത്തേണ്ടതും എന്നുള്ളതാണ്. പനിയുമായി ബന്ധപ്പെട്ട് പലവിധ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പനിയുമായി നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ പനി അനുഭവിക്കാറുണ്ട്. അപ്പൊ എന്താണ് പനി എന്നും പനി എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടതെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നാം വലിയ അബദ്ധങ്ങളിലേക്ക് പോലും ചെന്നെത്തുന്നത്. ഞാനതൊന്നും കൂടുതൽ നീട്ടി സംസാരിക്കുകയല്ല. എന്താണ് പനി, എങ്ങനെയാണ് നാം പനിയെ കൈകാര്യം ചെയ്യേണ്ടത്, പനിയെ നാം എങ്ങനെ ചെറിയ മക്കളിലുള്ള പനികൾ പോലും, ചെറിയ അസ്വസ്ഥതകൾക്ക് പോലും കുട്ടികളിൽ ആ പനിയെ അപകടാവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചികിത്സ എന്ന പേരിൽ പോലും നാം പലതും ചെയ്തു കൂട്ടുമ്പോൾ കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങളിൽ നിന്നും പനിയുടെ ആ ഒരു ഗുണമേന്മ, ആ ഒരു നന്മ നമുക്ക് അനുഭവിക്കാനും സാധിക്കും. അതിന് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും സാധിക്കട്ടെ, ഉപകരിക്കട്ടെ എന്ന് മാത്രം തൽക്കാലം ആശംസിച്ച് ഈ പരിപാടി ശ്രവിക്കുന്ന എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആരോഗ്യ പാലനം ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ അക്യുപങ്ചർ അക്കാദമിയുടെ അക്കാദമി നടത്തുന്ന ബഹുമാനപ്പെട്ട റുവൈദ അക്യുപങ്ചർ പ്രാക്ടീഷണർ റുവൈദ ശംസുദ്ദീൻ. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അക്യുപങ്ചർ പ്രാക്ടീഷണർ അബ്ദുൽ ഷുക്കൂർ കണ്ണൂർ അവറുകളാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മറ്റു ഈ പരിപാടിയിൽ നേതൃത്വം നൽകുന്ന പരിപാടി ശ്രവിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്ത് തൽക്കാലം നിർത്തുന്നു. ഗുഡ് നൈറ്റ്.
റുവേദ മാം. കേൾക്കുന്നുണ്ടാ? ഓക്കെ മിസ്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ട്. ഇപ്പം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നില്ല. Good evening, everyone. ദൈവത്തിന്റെ മാമിന്റെ വോയിസ് ക്ലിയർ സ്നേഹവും ആവുന്നില്ല. സമാധാനം രക്ഷയും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി കുറച്ച് വർഷങ്ങൾ മുന്നേ പഠിച്ച അക്യുപങ്ചർ സേവനം നടത്തി വരുന്ന ഒരു കൂട്ടം നടത്തി വരുന്നത്. കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ ഓക്കെ ആണ് മിസ്. എന്തോ സിഗ്നൽ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇപ്പൊ കേൾക്കാം. സ്റ്റാർട്ടിങ് കേട്ടിരുന്നോ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് ഈവനിങ് എവ്രി വൺ. നമുക്ക് സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന നമ്മൾ കണ്ണൂർ അക്യുപങ്ചർ അക്കാഡമിയിൽ പഠിച്ച് കുറച്ച് വർഷങ്ങൾ മുന്നേ പഠിച്ചിറങ്ങിയ ഒരു കൂട്ടം അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ്, കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ ചികിത്സ സേവനം നടത്തുന്ന അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് ആണ് ഈ ഒരു ആരോഗ്യ പാലനം എന്നുള്ള ഗ്രൂപ്പ് നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സൂം മീറ്റ് ആണ് ഇന്ന് ഇവിടെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് പനിയെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം ജനം പേടിക്കുന്ന ഒരു കാര്യം പനി തന്നെയാണ് അല്ലെ. എത്ര ചെറിയ കുട്ടികളാണെങ്കിലും, എത്ര ചെറിയ കുട്ടികൾ മുതൽ എത്ര മുതിർന്നവരാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും പേടി തോന്നുന്ന ഒരു കാര്യം, പൊതുജനങ്ങൾക്ക് ഏറ്റവും പേടി തോന്നുന്ന ഒരു കാര്യമാണ് ഈ പനി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ സീസണിന്റെ ഭാഗമായിട്ട് വരുന്ന പനികൾ പല പേരിലും നമ്മളെ മുന്നിൽ എത്തിപ്പെടുന്ന പനി ശരിക്കും എല്ലാവരും ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെയധികം ശരിക്കും സ്കൂൾ ഗ്രൂപ്പുകളും പല ഗ്രൂപ്പുകളും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കേൾക്കുന്നില്ല. മാം കേൾക്കുന്നുണ്ട്, പക്ഷേ ബ്ലർ ആവുന്നുണ്ട് വോയിസ്. ഞാനെന്നാ വീഡിയോ നുസ്രത്ത്, നീ ഒന്ന് മാമിനെ മ്യൂട്ടായിട്ട് ഒന്നും കൂടി ഓൺ ആക്കി നോക്ക്.
മിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം കേൾക്കുന്നുണ്ടാ? ഇപ്പൊ ഓക്കെ ഹലോ. മിസ്. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. എനിക്കൊന്ന് എൻ്റെ ഇവിടെ ഇത് നെറ്റിന്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ സ്കൂൾ ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലായിട്ട് ഞാനിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന മെസ്സേജാണ് ആരും വെള്ളം തിളപ്പിക്കാതെ കുടിക്കരുത്, തിളപ്പിച്ച് കുടിക്കാനേ പാടുള്ളൂ, ബോട്ടിൽ ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നു തുടങ്ങി. അപ്പൊ നമുക്കറിയാം ഓരോ സീസണിന്റെ ഭാഗമായിട്ട് വരുന്ന പനികള്, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഇങ്ങനെ പല പ്രിക്കോഷൻസും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഉള്ളില് ഭയങ്കര ഭീതി ഉണ്ടാവുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളെ ഉള്ളിലുള്ള ഭയം, ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സൂം മീറ്റ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളിൽ പലരും അക്യുപങ്ചർ ചികിത്സ അറിയുന്നവരും എടുത്തവരും ഉണ്ടാവാം. എന്നാൽ പലരും അക്യുപങ്ചർ ചികിത്സ എന്താണെന്ന് പോലും അറിയാതെ അതെന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി കയറിയവരും ഉണ്ടാവും ഈ സൂം മീറ്റിൽ. അപ്പം ആദ്യം തന്നെ ചെറിയൊരു ഇത് പറയട്ടെ. നമ്മൾ ഇവിടെ പറയുന്നതും പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ ആണ്. നിങ്ങൾ പല രീതിയിലുള്ള അക്യുപങ്ചർ ചികിത്സകളും രീതികളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾക്ക് ചുറ്റിലും ഒരുപാട് അക്യുപങ്ചർ സ്ഥാപനങ്ങളും കണ്ടിട്ടുണ്ടാവും. പല രീതിയിൽ, അതായത് ഒരുപാട് നീഡിൽസ് ചെയ്തുകൊണ്ട് ഉള്ള അവസ്ഥ, മെഡിസിൻസിന്റെ കൂടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവര് രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ പറയുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ ആണ്. അതായത് നാഡി പരിശോധിച്ച് ഒറ്റ പോയിന്റിൽ നേരിയൊരു സൂചി, സ്കിൻ ടോപ്പിൽ ഒരു നേരിയൊരു സൂചി നീഡിൽ ചെയ്യുന്ന രീതിയാണ് സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ എന്ന് പറയുന്നത്. ഏത് രോഗത്തിനും, ജലദോഷം മുതൽ ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയിൽ ഏത് രോഗത്തിനും നാഡി പരിശോധിച്ച് ഒരു സിംഗിൾ പോയിന്റിൽ നീഡിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അക്യുപങ്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല രീതിയിലുള്ള അക്യുപങ്ചർ രീതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഒരു മരുന്ന് ഇല്ലാത്ത ചികിത്സയാണ് നമ്മൾ സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ പോലും നിർത്തിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുക. പ്രത്യേകിച്ച് പഥ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. ഇന്ന് ഞാൻ ഈ സൂം മീറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണിത്. കാരണം ഇന്നലെ നമ്മുടെ കഴിഞ്ഞ 17th ബീറ്റ ബാച്ചിന്റെ കോൺവക്കേഷൻ നടന്നു കൊല്ലത്ത്. അക്യൂഷ് അക്യുപങ്ചർ അക്കാഡമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺവക്കേഷൻ ആയിരുന്നു ഇന്നലെ നടന്നത്. 420 കുട്ടികൾ പങ്കെടുത്ത, കോൺവക്കേഷൻ കാൻഡിഡേറ്റ്സ് പങ്കെടുത്ത ഒരു കോൺവക്കേഷൻ സെറിമണി ആയിരുന്നു ഇന്നലെ. അപ്പം അത്രയും ഓരോ വർഷവും നമ്മൾ അക്യൂഷന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും സ്റ്റുഡൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതും, എല്ലാ ജില്ലകളിലും അക്യൂഷൻ എല്ലാ ജില്ലകളിലും, കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ എല്ലാ ജില്ലകളിലും അക്യുപങ്ചർ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും എല്ലാ മുക്കും മൂലയിലും എന്ന് പറഞ്ഞ പോലെ അക്യുപങ്ചർ ക്ലിനിക്കുകൾ, സെന്റേഴ്സ്, അക്യുപങ്ചർ ഹോമുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ കാരണം നിങ്ങളെപ്പോലുള്ള ജനങ്ങൾ അക്യുപങ്ചർ ട്രീറ്റ്മെന്റിനെ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും സെന്റേഴ്സും ഇത്രയും പഠന കേന്ദ്രങ്ങളും ചികിത്സാ സെന്റേഴ്സും ഒക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ജനങ്ങളെ ഏറ്റവും അധികം ഭീതിയിൽ ആവുന്നതും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഓടുന്നതും ശരിക്കും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സും എന്തൊക്കെ കാണുന്നു അതിനൊക്കെ പിന്നാലെ ഓടുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് മനുഷ്യൻ ഇന്ന് കടന്നു പോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ മുന്നിൽ വരുന്ന രോഗങ്ങളും അതുകൊണ്ടുള്ള ഭയവും, രോഗം വരാതിരിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത്രയും അധികം ചികിത്സാ രീതികളും ചികിത്സാ ടെസ്റ്റുകളും ഒക്കെ നമ്മളെ മുന്നിൽ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഇത്രയും ചികിത്സാ രീതികളുടെ പിന്നാലെ നമ്മൾ മനുഷ്യൻ ഓടുമ്പം, ആരോഗ്യം ഉണ്ടാക്കാൻ മനുഷ്യൻ ഓടുമ്പം ആരോഗ്യം ഉണ്ടാവുകയാണോ ചെയ്യുന്നത്, പകരം ആരോഗ്യം നശിക്കുന്ന ഒരവസ്ഥയിലാക്കാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. ഓരോരുത്തരും നിങ്ങളെ വീട്ടിലും നിങ്ങളെ ചുറ്റിലും നിങ്ങളെ സ്വയം തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഈ ഓടുമ്പോൾ ആരോഗ്യം ഉണ്ടാവുകയാണോ അതോ ഉള്ള ആരോഗ്യം നശിക്കുകയാണോ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിൽ വരേണ്ട ആവശ്യമുണ്ട്. എന്തായാലും
നമ്മൾ ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കുള്ള രോഗലക്ഷണം അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം മാറുക എന്നുള്ളതാണ്. നിലവിലുള്ള രോഗാവസ്ഥ മാറി ഇനി അത് വരാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതല്ലാതെ എപ്പോഴും ആ രോഗത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരിക, ജീവിതകാലം മുഴുവൻ ആ രോഗാവസ്ഥയിൽ ജീവിക്കേണ്ടി വരിക, കൂടുതൽ കൂടുതൽ രോഗിയായി ജീവിക്കേണ്ടി വരിക, പേടിച്ച് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണവും ഒന്നും കഴിക്കാൻ പറ്റാതെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ, അതിനു വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ചികിത്സ സ്വീകരിക്കുന്നത്. ചികിത്സ സ്വീകരിക്കുന്നത് ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഗുളികകൾ കഴിക്കുന്നിടത്തോളം കാലം നമ്മൾ രോഗിയാണ്. അപ്പൊ ഗുളികയൊന്നും ഇല്ലാതെ, മരുന്നുകളൊന്നും ഇല്ലാതെ ജീവിതം ആസ്വദിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ചികിത്സയുടെ പിന്നാലെ പോകുന്നത്. എന്നാൽ കളുടെയും അവസ്ഥ അതല്ല എന്നുള്ളതാണ്. എന്നാൽ അക്യുപങ്ചറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോഗ്യത്തോടെ ജീവിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ രോഗഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്റൻഷൻ. രോഗഭയം ഇല്ലാതെ സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഇവിടെ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം ഇന്നത്തെ ഈ സൂം മീറ്റ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഈ ക്ലാസ്സിന്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് അക്യൂ പ്രാക്ടീഷണർ ഷുക്കൂർ സർ എടുക്കുന്നതായിരിക്കും. എന്ത് തന്നെയായാലും ഞാൻ ഈ ഒരു സൂം മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സൃഷ്ടാവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അക്യുപഞ്ചർ പ്രാക്ടീഷണർ അബ്ദുൽ ഷുക്കൂർ നമ്മുടെ പരിപാടിയുടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഷുക്കൂർ റെഡിയല്ലേ? ഓക്കെ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, കേൾക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ, നമ്മള് സന്തോഷം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാഗത ഭാഷകനും അതുപോലെ തന്നെ ഉദ്ഘാടക പ്രസംഗികയും പറഞ്ഞു വെച്ചതിൽ നിന്ന് ഞാൻ തുടങ്ങാം. പനി, അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളും അതുപോലെ തിരുത്തേണ്ടതും എന്താണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ വിഷയം ഞാൻ അവതരിപ്പിക്കാം. കാര്യം എന്താണ് പനി എന്നതും അതുപോലെ തന്നെ പനി എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ തരണം ചെയ്യണം എന്നതും നമുക്കിവിടെ നോക്കാം. ശേഷം നിങ്ങൾക്ക് വല്ല സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിച്ച് അറിയാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന വിഷയങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമാവാത്തവയാകാം. അതായത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ. പക്ഷെ ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ, അതിനെ ഉൾക്കൊള്ളാൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് ബോധ്യമാകുന്ന ഒരു വസ്തുവായി, നിങ്ങൾക്കൊരു സംഗതിയായി, ഒരു എക്സ്പീരിയൻസ് ആയി നിങ്ങളിലേക്ക് മാറുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. പനി എന്ന് പറയുമ്പോൾ എന്താണ് പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക ശരീരത്തിന്റെ ഊഷ്മാവ് അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ അതിന്റെ എന്താണ് പറയാ, ഒരു ചൂട്, സാധാരണ ഉള്ള ചൂട്, അതിനെ അധികരിപ്പിക്കുന്ന അല്ലെങ്കിൽ അധികമാകുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ സാധാരണ നിലയിൽ പനി എന്ന് പറയുന്നത്. ശരീരത്തിന് ഒരു ചൂടുണ്ട്, ആ ചൂടിനെ അധികമാവുന്ന ഒരു അവസ്ഥക്കാണ് നമ്മൾ സാധാരണ നിലയിൽ പനി എന്ന് പറയുന്നത്. അപ്പോ എന്തിനാണിത് പനി അധികമാകുന്നത്? അതായത് ചൂട്, നമ്മുടെ ശരീരത്തിന്റെ ചൂട് എന്തിനാണ് അധികമാകുന്നത്? ഇവിടുന്ന് മുതൽ ആണ് നമ്മുടെ ചർച്ച വരുന്നത്. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാവരും പരസ്പരം തൊട്ടു നോക്ക്, അല്ലെങ്കിൽ അടുത്തുള്ള ആളെ ഒന്ന് തൊട്ടു നോക്ക്, അവർക്ക് ചൂടുണ്ടോ ഇല്ലേ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും, ജീവനുള്ള എല്ലാ മനുഷ്യർക്കും, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ടെമ്പറേച്ചർ, ഒരു ചൂടുണ്ട്. ഈ ചൂടാണ്
അവരുടെ ജീവശക്തി എന്ന് പറയുന്നത്. അതായത് ഈ ചൂടിലൂടെയാണ് ജീവശക്തി നിലനിൽക്കുന്നത്, ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾ അതിനെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡിയെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ഫീൽ ഉണ്ടാവുക? ഇനി അതുമാത്രമല്ല, നമ്മൾ ഫ്രിഡ്ജ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. അതിൽ ഒരു ജീവനുള്ള ഏതെങ്കിലും ജീവി അല്ലെങ്കിൽ പോട്ടെ മത്സ്യമോ മാംസമോ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അതിൽ മരവിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ മുഴുവൻ ചലനങ്ങളും സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഡെഡ് ബോഡിയിൽ നിന്ന് അതായത് ബോഡിയിൽ നിന്ന് ചൂട് പോകുമ്പോൾ അത് ഡെഡ് ബോഡി ആകുന്നു. ഡെഡ് ബോഡി എന്ന് പറയുമ്പോൾ അത് ചലനമറ്റ ഒന്നാകുന്നു. അപ്പോൾ ചലനം ഉണ്ടാകണമെങ്കിൽ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ ചലനങ്ങൾ സംഭവിക്കണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക, മൂക്കുകൊണ്ട് ശ്വസിക്കാൻ കഴിയുക, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുക, നമ്മുടെ സ്കിന്ന് കൊണ്ട് നമുക്ക് തൊട്ടറിയാൻ കഴിയുക, വായ കൊണ്ട് രുചിക്കാൻ, നാവ് കൊണ്ട് രുചിക്കാൻ കഴിയുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കൈകാൽ ചലനങ്ങൾക്ക് വരെ ആന്തരികമായ നമ്മുടെ കരളാവട്ടെ, അതുപോലെ തന്നെ ഹൃദയമാവട്ടെ, വൻകുടലാവട്ടെ, ചെറുകുടലാവട്ടെ, വയറാവട്ടെ, സ്പ്ലീൻ ആവട്ടെ, അങ്ങനെ തുടങ്ങി ഏതൊരു അവയവവും അത് വർക്ക് ചെയ്യണമെങ്കിൽ, അത് കൃത്യമായി പ്രോപ്പറായി പ്രവർത്തിക്കണമെങ്കിൽ ചൂട് നിർബന്ധമാണ്. ചൂടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ചൂട് എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവശക്തിയാണ്. അതാണ് ജീവനെ നിലനിർത്തുന്നത്. അപ്പൊ ഈ ജീവശക്തി തന്നെയാണ് സ്വമേധയാ അത് പർപ്പസ്ഫുള്ളി അതിനൊരു കാരണത്താൽ അതിന്റെ ഊർജത്തെ അധികരിപ്പിക്കുന്നത്. ആ അധികരിപ്പിക്കാനുള്ള കാരണമാണ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ഏതോ തരത്തിൽ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന ഏതോ ഒരു വസ്തുവിനെ, അത് ഒരുപക്ഷെ പുറമേ നിന്ന് വന്നതാകാം, അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ടുള്ള, ശരീരത്തിന് ഇനി ഇതിനെ പുറന്തള്ളാതെ നിവൃത്തിയില്ല എന്നൊരവസ്ഥയിൽ ശരീരം എന്ത് ചെയ്യും? ഈ ജീവശക്തിയുടെ ശക്തിയെ ഒന്ന് കൂട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ താപം, ചൂട് വർദ്ധിക്കുന്നത്. സാധാരണ നിലയിൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന താപം എന്ന് പറയുന്നത് 98.4 ഫാരൻഹീറ്റ് ആണ്. അത് ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പോൾ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ്. ഈ അളവിൽ നിന്ന് ഒന്നുകൂടി ആ ശരീരം തന്നെ, ആ ജീവശക്തി തന്നെ അതിന്റെ ഊർജത്തെ കൂട്ടുകയാണ്. ആ കൂട്ടുന്നതിന്റെ കാരണമാണ് ഈ പറഞ്ഞത് ശരീരത്തിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പേ ഉള്ളത് തന്നെയായ ശരീരത്തിന് വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങളെ, ഒത്തിരി ശരീരത്തിന് ആവശ്യമില്ലാത്തവയെ ശരീരം ബേൺ ചെയ്തുകൊണ്ട് അതിനെ പുറന്തള്ളുന്ന ഒരു അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. ഏത് രോഗം എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ അടിഞ്ഞുകൂടിയതാവട്ടെ, അതുപോലെ തന്നെ ശരീരത്തിൽ ബ്രെയിനിൽ അടിഞ്ഞുകൂടിയതാവട്ടെ, ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള ശരീരത്തിന് വേണ്ടാത്ത ഏതൊരു വസ്തുവിനെയും ശരീരം പുറന്തള്ളുമ്പോൾ, അതിനെ പുറന്തള്ളേണ്ടതിന്റെ ആവശ്യമായി വരുമ്പോൾ താപത്തെ, അതിന്റെ ശരീരത്തിന്റെ ഊഷ്മാവിനെ ഉയർത്തുന്ന ഒരു സാധാരണ ശരീരത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ രോഗപ്രതിരോധ ശേഷിയാണ് പനി എന്ന് പറയുന്നത്. പനിയെ ഭയക്കേണ്ട ഒന്നല്ല, മറിച്ച് ശരീരം അതിന് ഒരു ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവിനെ സാധാരണ അളവിൽ നിന്ന് ശരീരം തന്നെ സ്വയം ഊർജത്തെ, ആ ഊഷ്മാവിനെ അധികരിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് പനി എന്ന് പറയുന്നത്, ഒരു സംവിധാനമാണ് പനി എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആണ് പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവിടെ ഒരു the disease force must reach an optimal level before defense force develops against the particular disease. നമുക്ക് ഏതെങ്കിലും ഒരു രോഗം ഉണ്ടാകുമ്പോൾ ആ രോഗം ഒന്ന് അധികരിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് ഫോഴ്സ്, നമ്മുടെ ഈ മെക്കാനിസം വർക്ക് ചെയ്യുകയുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഈ പ്രയാസത്തെ നീക്കുന്നതിനാവശ്യമായ രീതിയിൽ ശരീരം എന്ത് ചെയ്യും? അതിനെ കൃത്യമായ രീതിയിൽ അതിനെ ചൂടാക്കിക്കൊണ്ട് ശരീരം
അതിന്റെ ഊർജത്തെ, ശരീരത്തിന്റെ താപത്തെ, രോഗപ്രതിരോധ ശേഷിയെ ഉയർത്തിക്കൊണ്ട് ശരീരം എന്ത് ചെയ്യുകയാണ്? അതിനെ, ആ ശരീരത്തിന് വേണ്ടാത്ത മ്ലേച്ഛതയെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി ഒരാൾക്ക് ഇത്തരം മാലിന്യങ്ങളോ പ്രയാസങ്ങളോ പുറമേ നിന്ന് വല്ലതും വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മളോട് പറയുന്നു പച്ചവെള്ളം കുടിക്കരുത്, ചൂടാക്കിയ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനൊരു റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയപ്പെടുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, നോർമലി ആ തിളപ്പിച്ച വെള്ളത്തിന് സാധാരണ നിലയിൽ അതിലുള്ള അണുക്കളെ, ആ വെള്ളം ചൂടാക്കുന്നതിലോടുകൂടി അണുക്കൾ ചത്തൊടുങ്ങുകയാണ് എന്ന്. അങ്ങനെ വെള്ളത്തെ ചൂടാക്കുമ്പോൾ വെള്ളത്തിലുള്ള ആ ഒരു അണുക്കൾ നശിക്കുമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തെ ആരും മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആരും എന്നില്ല തീ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ശരീരം പർപ്പസ്ഫുള്ളി അതിന്റെ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന, ശരീരത്തിന് വേണ്ടാത്ത ഏതോ ഒരു വസ്തു പുറമേ നിന്നോ അല്ലെങ്കിൽ അകത്ത് തന്നെയോ ശരീരത്തിന്റെ ഉച്ചി തൊട്ട് ഉള്ളങ്കാൽ വരെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായാലും, അതല്ല നമുക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മുറിവുണ്ടായാൽ, അതുപോലെ തന്നെ പേടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പല സന്ദർഭങ്ങളിൽ ശരീരത്തിന് അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ പ്രയാസങ്ങളെ, ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന ഈ പ്രയാസങ്ങളെ നീക്കുന്നതിന് വേണ്ടി അതിന്റെ ശരീരത്തിന്റെ സാധാരണ നിലയിലുള്ള ഊഷ്മാവിൽ നിന്ന് അത് ഒന്നുകൂടി അധികമാക്കുന്ന ഒരു നോർമൽ ശരീരത്തിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പനി എന്നത്. പനിയെ ഒരു കാലത്തും ഒരു നിലയിലും ഭയക്കേണ്ടതില്ല. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതാണ് സത്യം. ഈ സത്യം ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ പനി വന്നു കഴിയുമ്പോൾ, പനി വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് അതിനുള്ള സിഗ്നൽ ശരീരം തരും. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പനി നമ്മൾ പറഞ്ഞു, ശരീരം ഓരോ അവയവങ്ങളും കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രോപ്പറായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു താപം, ഒരു ഊഷ്മാവ് അത്യാവശ്യമാണ് എന്നുള്ളത്. അതിന്റെ അളവും നമ്മൾ പറഞ്ഞു, ഏകദേശം അതായിരിക്കാം. അത് ഒരു ഏകദേശ അളവാണ്, അത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നും ഇല്ല. ഇങ്ങനെ ആകുമ്പോൾ ശരീരം തൻ്റെ ആ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അവയവങ്ങളും താൽക്കാലികമായി വിശ്രമത്തിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് പനി വന്നു കഴിഞ്ഞാൽ പൊതുവിൽ എല്ലാവരും പറയപ്പെടുന്ന ഒരു കാര്യം എന്നത്, നോർമലി നമ്മൾ പറയപ്പെടുന്നത് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തളർന്നു പോകുക എന്നുള്ളതാണ്. നമ്മളോട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ താപത്തെ ശരീരം ഉയർത്തുമ്പോൾ അവിടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ, എല്ലാ അവയവങ്ങളും ശരീരത്തിന് പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ ഫംഗ്ഷനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ കിഡ്നി, അതുപോലെ ഹൃദയം, അതുപോലെ തന്നെ കരളും അതുപോലെ തന്നെ കിഡ്നിയും, അതുപോലെ തന്നെ വയറും. ഇനി കിഡ്നി അല്ലെങ്കിൽ ലിവർ എന്ന നമ്മുടെ ഈ അവയവങ്ങൾ താൽക്കാലികമായി അതിന്റെ പ്രവർത്തനത്തെ ചുരുക്കും. അതായത് സാധാരണ ചെയ്യുന്നതിന്റെ പ്രവർത്തനത്തെ കുറച്ചു കൊണ്ടുവരികയും, ആ കുറച്ചു കൊണ്ടുവരുന്ന കാരണത്താൽ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായി ക്ഷീണം അനുഭവിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം ഇതിൽ പറഞ്ഞു പനി എന്താണ് എന്നുള്ളത്. പനി എന്താണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ശരീരത്തിന്റെ ഊഷ്മാവ്, ആ ഊഷ്മാവ് ശരീരത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ശരീരത്തിനെ അപായപ്പെടുത്തുന്ന, ശരീരത്തിന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതോ പ്രയാസത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഊഷ്മാവിനെ 98.4 ഫാരൻഹീറ്റ് ഉള്ള ഈ സാധാരണ ടെമ്പറേച്ചറിനെ ഒന്നുകൂടി സ്വയം എന്ത് ചെയ്യാണ്? ശരീരം ഉയർത്തുകയാണ്. അതായത് അതിന്റെ രോഗപ്രതിരോധ ശേഷിയെ ഉയർത്തുകയാണ്. ശരീരം, നമ്മുടെ രോഗം കൂടുന്നതനുസരിച്ച് രോഗപ്രതിരോധ ശേഷിയും എന്ത് ചെയ്യും? അതിനനുസരിച്ച് കൂടും. അപ്പോഴാണ് പനിയുടെ അളവ് കൂടി വരുന്നത്. അങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഭയമാണ് ഉണ്ടാവുക. ഇവിടെ ഭയപ്പെടേണ്ടതില്ല. പനി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്താണ് കാരണം? നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ഏതോ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസത്തെ
ശരീരം മനസ്സിലാക്കിയിട്ട് അതിനെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശരീരം. ഇനി ശരീരം എന്താണ് പറയുന്നത്? ശരീരത്തിൽ ഇങ്ങനെ ഊഷ്മാവിനെ കൂട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട അവയവങ്ങളും അതിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായി കുറച്ചു കൊണ്ടുവരുന്നു. ആ സമയത്ത് നമുക്ക് പൂർണ്ണമായും വിശ്രമം ആവശ്യമായി വരുന്നു. അതായത് ക്ഷീണം ഉണ്ടാകുന്നു, വായ്ക്ക് രുചി ഉണ്ടാവുന്നില്ല, വിശപ്പുണ്ടാകുന്നില്ല, ദാഹം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പനിയെ ഒരു ചികിത്സയും അല്ലെങ്കിൽ ഒന്നിന്റെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ ചികിത്സ എന്ന് പറയുന്നത് മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ പനിയെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ പനിയെ കൃത്യമായി തരണം ചെയ്യാൻ, അതിനെ കൃത്യമായി സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കാൻ, പനി എന്തിനാണോ വന്നത് ആ പണി പൂർത്തിയാക്കിയിട്ട് സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ, ഭാവിയിൽ ആ പ്രയാസം ഇല്ലാത്ത രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലാക്കാൻ. അത് നമ്മളിവിടെ പറയുന്നത് ചെറിയ കുഞ്ഞ്, പ്രസവിച്ച ഉടനെ ഉള്ള കുഞ്ഞു മുതൽ വലിയ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വരെ പനി വന്നേക്കാം. അങ്ങനെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ, അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പനി വന്നേക്കാം. ഏതൊക്കെ സന്ദർഭങ്ങളിൽ പനി വരും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും എന്നാലും നമുക്ക് കണ്ടെടുത്തോളം കഫം അടിഞ്ഞു കൂടുമ്പോൾ കൂടുതൽ ആൾക്കാരിൽ അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് പനി വരാം. അങ്ങനെ തുടങ്ങി മുറിവുണ്ടായാൽ പനി വരാം, എല്ലിന് ക്ഷതമുണ്ടായാൽ പനി വരാം, അതുപോലെ തന്നെ മാംസഭാഗങ്ങളിൽ ക്ഷതമുണ്ടായാൽ പനി വരാം, പേടിച്ചിട്ട് പനി വരാം. അങ്ങനെ പല 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 സന്ദർഭങ്ങളിൽ നമുക്ക് പനി വരാം. ഈ പനിയൊക്കെയും വരുന്നത് ശരീരത്തിന്റെ ആ വന്ന പ്രയാസത്തെ നീക്കുന്നതിന് വേണ്ടിയാണ്, അപായപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കാതിരിക്കുക, മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുക എന്നതാണ് ആ സന്ദർഭങ്ങളിൽ നമ്മൾ ശരീരത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. രണ്ടാമത്തത്, നമുക്ക് ദാഹം ഉണ്ടാവില്ല. ദാഹത്തെ നോക്കിക്കൊണ്ട് ചുണ്ടുകൾ നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചുണ്ടുകളിൽ നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ദാഹം ഉണ്ടെങ്കിൽ ദാഹം നോക്കി ദാഹം മാറുന്ന അളവിൽ മാത്രം വളരെ കുറഞ്ഞ ടീസ്പൂണിലോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സിപ്പില മാത്രമായിട്ട് ആ വെള്ളത്തെ കുടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ശക്തമായ ചൂടാണ് എങ്കിൽ താൽക്കാലികമായി നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിയിലോ കക്ഷത്തോ നനഞ്ഞ ഈറ തുണികൾ വേണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ദാഹം വരുമ്പോൾ അല്പം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. അതോടുകൂടി വിശപ്പും വരികയാണെങ്കിൽ നിങ്ങളുടെ പനി പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പനി പൂർണ്ണമായും വിട്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രവർത്തനം പൂർത്തീകരിച്ച്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കേണ്ട എന്തൊരു സംഗതിയാണോ അതിനെ പൂർണ്ണമായും ശരീരം നീക്കിക്കൊണ്ടാണ് നമുക്ക് വിശപ്പ് വരുന്നത്. ആദ്യമേ പറഞ്ഞു, പനി കൂടുന്ന സമയത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ അതിന്റെ പ്രവർത്തനം താൽക്കാലികമായി ചുരുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദാഹം ഉണ്ടാവുകയില്ല, വിശപ്പുണ്ടാവുകയില്ല, നമുക്ക് ക്ഷീണം കൂടും. ഈ സമയത്ത് വേറെ വല്ലതും സംഭവിച്ചു പോകുമോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ പനിയെ സ്റ്റോപ്പ് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, പനിയെ താൽക്കാലികമായിട്ടോ പനിയെ പൂർണ്ണമായിട്ടോ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നോ അതൊക്കെയും ഈ നമ്മുടെ ശരീരം ഒരു കാരണത്താലാണ് അതിൻ്റെ ഊഷ്മാവിനെ ഉയർത്തിയത്. അത് തനിയെ ഉയർത്തിയത് ശരീരത്തിന്റെ ഊഷ്മാവിനെ 98.4 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിലനിർത്തി വരുമ്പോൾ അതിൽ നിന്ന് സ്വല്പം അത് 101, 102, 103, 104, 105 ഫാരൻഹീറ്റിലേക്ക് ഉയർത്തുമ്പോൾ അത് പർപ്പസ്ഫുള്ളി ആണ്. ശരീരം അത് മനസ്സിലാക്കി എന്താണോ അതിന്റെ എതിരെ വന്നിട്ടുള്ളത്, ശരീരത്തിന് ഭാവിയിലോ ഇപ്പോഴോ ആപത്തായിക്കൊണ്ടിരിക്കുന്നത്, അതിനെ എതിർത്ത് കൊണ്ടാണ് ഈ ഊഷ്മാവിനെ കൂട്ടുന്നത്. ആ സമയത്ത് നിങ്ങൾ സഡൻ ആയിട്ട് ഈ ഊഷ്മാവിനെ കുറക്കുന്ന ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും, അത് കഴിച്ചിട്ടോ പുരട്ടിയിട്ടോ ഇഞ്ചക്ട് ചെയ്തിട്ടോ ഏത് രൂപത്തിലായാലും ആ സഡൻ ആയിട്ടുള്ള കുറക്കൽ നിങ്ങളുടെ ശരീരത്തെ ഒരു പക്ഷെ മരണം വരെ സംഭവിക്കുന്ന രൂപത്തിലേക്ക് ആയേക്കാം.
അതുകൊണ്ട് ഒരു കാരണവശാലും ശരീരം ഉയർത്തിയ ഈ ഊഷ്മാവിനെ നിങ്ങൾ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി, എനിക്ക് നാളെ ജോലിക്ക് പോകണം, ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, അങ്ങനെ തുടങ്ങി നമ്മുടെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജോലി നാളെയും മറ്റന്നാളും കഴിയണമെങ്കിൽ ഇന്ന് നമുക്ക് ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യത്തിനാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആരോഗ്യമുണ്ടെങ്കിലേ ജോലിയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജോലി ആവട്ടെ, മറ്റുള്ള എന്ത് പ്രവർത്തനമാവട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു ശരീരം നമുക്ക് ഇങ്ങനെ ഒരു സന്ദേശം നൽകി കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം, അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയും. അപ്പോൾ ശരീരം, നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത് പനി എന്താണെന്നാണ്. പനി വളരെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന ഏതോ ഒരു വസ്തുക്കളെ, കണ്ണുകൊണ്ട് കാണുന്നതോ കാണാത്തതോ നമ്മൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ വസ്തുവിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ രോഗത്തെ എതിർത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശരീരം അതിൻ്റെ ഊഷ്മാവിനെ ആ സാധാരണ അളവിൽ നിന്നും ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് പനി എന്ന് പറയുന്നത്. ഇത് ശരീരത്തിന് ആപത്തല്ല, മറിച്ച് ശരീരത്തെ ആ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പനി വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്ഷീണമുണ്ടാകും, നന്നായി വിശ്രമിക്കുക എന്നുള്ളതാണ്. വിശപ്പുണ്ടാവുകയില്ല, കാരണം പനി ഇങ്ങനെ ഊഷ്മാവിനെ ഉയർത്തുമ്പോൾ ശരീരത്തിന് പ്രധാനപ്പെട്ട കരളും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയും വയറും ഈ പിന്നെ അവയവങ്ങൾ തന്റെ പ്രവർത്തനത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കുറക്കും. ആ പ്രവർത്തനത്തെ കുറക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് ക്ഷീണവും വിശപ്പില്ലായ്മയും ദാഹമില്ലായ്മയും അനുഭവപ്പെടുമ്പോൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം. വേണമെങ്കിൽ നമുക്ക് ആ ശക്തമായ ചൂടിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം എന്ന പോലെ നമുക്ക് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റിയിലോ അല്ലെങ്കിൽ കക്ഷത്തോ ഈറൻ തുണി വെച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ദാഹത്തെ നോക്കിക്കൊണ്ട്, ദാഹം മാറുന്ന അളവിൽ, ആദ്യ സമയത്ത് ദാഹം ഉണ്ടാവുകയില്ല, ചുണ്ട് ആറിപ്പോവുകയാണെങ്കിൽ ചുണ്ടിലേക്ക് വെള്ളം നനച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ദാഹം വരികയാണ്, ആ ദാഹത്തെ നോക്കി മാത്രം എന്ത് ചെയ്യാം, അല്പം വെള്ളം കുടിക്കാം. ശേഷം നമുക്ക് ദാഹം വരുമ്പോൾ ആ ദാഹത്തിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കാം. ശരിയായ രീതിയിൽ ദാഹം വരികയാണെങ്കിൽ ആ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുകയും ഒപ്പം നിങ്ങൾക്ക് ഉടനെ തന്നെ വിശപ്പും വരും. ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പനി പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് വിട്ടുപോയി. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആപത്തുണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ആപത്ത് ആയേക്കാവുന്ന ഏതോ ഒരു വസ്തുവിനെ, ശരീരത്തിന് വേണ്ടാത്ത, ശരീരത്തിൻ്റെതല്ലാത്ത, അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള വസ്തുവിനെ ശരീരം പുറന്തള്ളുന്നതിന്റെ ഭാഗമാണ്. അത് പുറന്തള്ളിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ പ്രയാസത്തെ പൂർണ്ണമായും നീക്കിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവിലാണ് നമ്മൾ പനിയെ സമീപിക്കേണ്ടതും. പനി വന്നു കഴിഞ്ഞാൽ പൊതുവിൽ പറയപ്പെടാറുള്ളത്, പനി വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിൽ പായസം ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് പനി വന്ന ആൾ ഭക്ഷണമോ അല്ലെങ്കിൽ പായസം കഴിക്കാതെ മറ്റുള്ളവർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കണം. ആ നിലയിൽ സന്തോഷിക്കേണ്ട ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്കാനിങ്ങും എക്സ്റേയും അങ്ങനെ തുടങ്ങി ധാരാളം സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ശരീരം തന്നെ കണ്ടെത്തിയിട്ട്, നമ്മുടെ ശരീരം തന്നെ അതിനെ ഇല്ലാതാക്കുന്ന, ശരീരത്തിന് ആപത്തുള്ള എന്തോ ഒന്നിനെ ശരീരം കണ്ടെത്തിയിട്ട് അത് ശരീരം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഡിഫൻസ് ഫോഴ്സ് മെക്കാനിസമാണ് പനി എന്നുള്ളത്. ഇതിനെ ഭയപ്പെടേണ്ടതില്ല. ഈ പറയപ്പെട്ട രൂപത്തിൽ അതിനെ പരിചരണം മാത്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാവുന്നതാണ്.
എന്തെങ്കിലും സംശയം മാർഗം എന്തെങ്കിലും ഉണ്ടോ? സാർ ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. പനി 3 ദിവസത്തിൽ കൂടുതലൊക്കെ ഉണ്ടാവുമ്പോ അത് നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും പേടി തോന്നൂല്ലേ അപ്പൊ? തീർച്ചയായും. ആ അപ്പോൾ നമ്മൾ അതായത് ഇതേപോലെ റെസ്റ്റ് എടുക്കാൻ മതിയെന്നാണോ? അതായത് പനി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് ഫോഴ്സ് മെക്കാനിസം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയില്ലേ? അതിന് സംശയമുണ്ടോ? ഇനി ഇവിടെ തിരിച്ചറിയേണ്ടത് എത്ര ദിവസം പനി ഉണ്ടാകും? സാധാരണ നിലയിൽ നമുക്ക് നമ്മുടെ പനിയെ നമ്മൾ ഈ പറയപ്പെട്ട രൂപത്തിലാണെങ്കിൽ 2 ദിവസം കൊണ്ടും ഇല്ലാതാക്കാം, അതായത് ഇല്ലാതാവാം. എത്രയാണോ ആ ശരീരത്തിന് വേണ്ടാത്തതായിട്ടുള്ള, ശരീരത്തിന് അപകടപ്പെടുത്തുന്ന സാധനം ശരീരത്തിലുള്ളത്, ഈ ശരീരം ഫൈൻഡ് ചെയ്തിട്ടുള്ളത്, അതിന്റെ തോതനുസരിച്ചാണ് ഇതിന്റെ അളവും പനിയുടെ അളവും ഉണ്ടാവുക. അത് ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടാവാം, ചിലപ്പോൾ 2 ആഴ്ച ഉണ്ടാവാം, ചില ആൾക്ക് രാത്രി മാത്രം ഉണ്ടാകാം, ചില ആൾക്ക് ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാവാം. തലയിൽ മാത്രം ഉണ്ടാവാം, നെഞ്ചിന്റെ ഭാഗത്ത് മാത്രം ഉണ്ടാവാം. അത് ഇന്ന ദിവസം ഇത്ര ദിവസം ഇത്ര മണിക്കൂർ എന്ന് കൃത്യമായി നമുക്കല്ല തീരുമാനിക്കാൻ കഴിയുക, ആ ശരീരത്തിനാണ് തീരുമാനിക്കാൻ കഴിയുക. കാരണം ആ ശരീരമാണ് അതിനെ ഉഷ്ണം കൂട്ടിയിട്ടുള്ളത്. അത് ശരീരത്തിന്റെ ജോലിയാണ്. നമ്മൾ വേണ്ടത് അത് പൂർണ്ണമായും പോയി തീരുന്നത് വരെ നമ്മൾ അതിനോട് അനുസരിച്ച് അതിനോട് നീതി പുലർത്തുക എന്നതാണ് നമ്മുടെ ധർമ്മം. അപ്പോഴാണ് ശരീരത്തിന് പൂർണ്ണമായും ശരിയായ രീതിയിലുള്ള ഒരു ക്യൂർ ശരീരത്തിന് സംഭവിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കുടിച്ചോ പുരട്ടിയോ മറ്റോ ചെയ്തുകൊണ്ട് ഈ പനിയെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വേദനകൾ കൂടുക, അല്ലെങ്കിൽ ഒരിക്കലും വേദനകൾ മാറാത്ത രീതിയിലാണ് അവിടെ സംഭവിക്കുന്നത്. ചില ആൾക്കാർക്ക് മുട്ടുവേദന ഉണ്ടാവും പനിയുള്ള സമയത്ത്, അല്ലെങ്കിൽ കെണുപ്പുകൾ വേദനയുള്ള സമയത്ത്. പനിയുള്ള സമയത്ത് കെണുപ്പുകൾക്ക് വേദന ഉണ്ടാവും. ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് വേദനയും പനിയെ പോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ മാലിന്യത്തെയും നീക്കുന്ന ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു ഡിഫൻസ് ഫോഴ്സ് മെക്കാനിസം ആണ് വേദനയായാലും പനിയായാലും. അപ്പൊ ഇതിനെ നമ്മൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ശരീരം ആണ് തീരുമാനിക്കുന്നത് എത്ര ദിവസം എന്നുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ട ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്? വിശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അപ്പുറം നമ്മൾ ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് ശരീരത്തിന്റെ പ്രവർത്തനത്തോട് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ചികിത്സ എന്നത് അക്യുപങ്ക്ചറാണ്. അതിൽ തന്നെ സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് പനിയെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം ഈ ശരീരത്തിനെ സഹായിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ചികിത്സകൾ ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ അത് ശരീരത്തിന്റെ ആ പ്രവർത്തനത്തെ ഒന്നുകൂടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2 ദിവസം എന്നുള്ളത് 1.5 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് മാറും. അതുകൊണ്ട് ദിവസം എത്ര എന്നുള്ളതിന്റെ മുകളിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് തീരുമാനിക്കുന്നത് നമ്മുടെ ബോഡിയാണ്. ക്ലിയർ ആയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറ് ഈ പനി രോഗമല്ല, രോഗലക്ഷണമാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും ക്യാൻസറോ വേറെ എന്തെങ്കിലും വയറ്റിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലാണ് പനി വരുന്നത്. പിന്നെ കൂടാതെ പനി അതാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്ത അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടാത്തതായ എന്തോ ഒരു സംഗതിയെ ശരീരം കണ്ടെത്തുന്നു. ഇതിനെ ഇല്ലാതാക്കാൻ, ഇതിനെ കരിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് പനി. ക്ലിയർ? അല്ല, പിന്നെ വേറെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരൂല അല്ല? പിന്നെ ഫിറ്റ്സ് കൂടും, പനി കൂടിയാൽ ഫിറ്റ്സ് എന്ന് പറയുന്നത് അതൊക്കെ ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പനി കൂടിയാൽ ഫിക്സ് വരുന്നു. അതൊരു പൊള്ളയായ വാദമാണ്. അല്ലെങ്കിൽ അത് പനിയും ഫിക്സും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പനിയും ഫിക്സും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. കാരണം പനി വരുന്ന എല്ലാവർക്കും ഫിക്സ് വരുന്നില്ല. പനി വരുന്ന എല്ലാവർക്കും ഫിക്സ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. പനിയും ഫിക്സും തമ്മിൽ ബന്ധമില്ല. ചില ആൾക്കാർക്ക് പനി കൂടിയാലും അല്ലാതെയും ഫിക്സ് വരുന്നുണ്ട്. ഫിക്സിന്റെ കാരണങ്ങളും റീസണുകളും വേറെയാണ്.
സാറേ ഈ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പനി വരുന്നത്. അപ്പൊ നമുക്കിപ്പം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു മുറിവ് കാണുന്നില്ല, അല്ലെങ്കിൽ വേറെ ഇപ്പൊ കഫക്കെട്ട് അങ്ങനൊന്നുമില്ല, പക്ഷെ പനി മാറാതെ കുറെ ദിവസം നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് ആ മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഇപ്പം ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മുഴകളോ എന്തെങ്കിലും ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പൊ അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വെറുതെ പനിക്ക് മാത്രം ചികിത്സിച്ചുകൊണ്ടിരുന്നാല് അസുഖം മാറൂലല്ലോ. അപ്പൊ ഡീപ്പായിട്ട് അതാണ് കുറെ ചെയ്താലല്ലേ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇത് നമ്മുടെ അസ്യൂം ചെയ്യാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിൽ അങ്ങനെ ആയിരിക്കാം എന്ന് ചിത്രീകരിക്കുകയാണ്. ഇതൊരു ചിത്രീകരണം മാത്രമാണ്. ശരീരത്തിന്റെ അകത്ത് ഏത് തരത്തിൽ ശരീരത്തിന് ബാധിക്കുന്ന, അതായത് ഇപ്പോഴോ ഭാവിയിലോ ബാധിക്കാവുന്ന, പ്രയാസപ്പെടുത്താവുന്ന സംഗതിയെ കണ്ടുപിടിച്ച് അതിനെ പുറന്തള്ളുകയാണ്. അതിന് വ്യത്യസ്തമായ രീതിയിലാണ് പനിക്കുക. അതായത് ശരീരത്തിന്റെ ഊഷ്മാവിനെ കൂട്ടുക. അത് ശരീരമാണ് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ പനിയുള്ള അവസരങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. കൂടുതലായിട്ട് ശരീരത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണോ ആ ഭാഗത്തായിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത്, പനി കൂടുതൽ ഉണ്ടാകുന്നത്. പനി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒരേ സമയത്ത് ഒരേപോലെ ഉഷ്ണം ഉണ്ടാവാം, അങ്ങനെ അല്ലാതെയും വരാം. അപ്പൊ എന്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിനെ അറിയുന്നത് പോലെ, ശരീരത്തെ അറിയുന്നത് പോലെ ഒരു സംഗതികൾക്കും മറ്റുള്ള പുറമേയുള്ള ഒരു വസ്തുക്കൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലും ഇപ്പോൾ സിംഗിൾ പോയിന്റ് അക്യുപങ്ചറിസ്റ്റുകളും ആ ശരീരത്തിനോട് ചോദിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അതായത് നാഡി പരിശോധനയിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ജീവനുള്ള ശരീരത്തെ തൊട്ടു നോക്കിക്കൊണ്ട് അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ആ ശരീരത്തിന്റെ ജീവശക്തിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് അക്യുപങ്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ അപ്പോ മുഴയും ശരീരത്തിൽ മാറിക്കോളുന്നാണോ പറയുന്നത്? അതായത് അക്യുപഞ്ചർ ഈ ശരീരത്തിലെ മുഴകളും സംഭവങ്ങളൊക്കെ അക്യുപഞ്ചറിലൂടെ തന്നെ മാറും എന്നാണോ സാറ് പറയുന്നത്? തീർച്ചയായും അക്യുപങ്ചറിലൂടെ എന്ന് മാത്രമല്ല, ശരീരമാണ് അക്യുപങ്ചർ ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ്. അവിടെ അപ്പോഴും രോഗം എന്ന് പറയുന്ന എന്ത് സംഗതി ആവട്ടെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് ശരീരമാണ്. ക്ലിയർ ആണോ? പറഞ്ഞു മനസ്സിലായോ? ഈ സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ ഇല്ല, ഡൗട്ട്. കുഴപ്പമൊന്നുമില്ല, ചോദിക്കാം. ഈ മജ്ജ മാറ്റി വെക്കേണ്ടിയൊക്കെ വരുന്ന, ഇപ്പൊ എന്റെ കസിൻ ബ്രദറിന് അങ്ങനെ ഒരു പ്രശ്നം ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നെ അത് കെയർ ചെയ്യാതെ വിട്ടു, പിന്നെ ശരീരം ക്ഷീണിച്ചു പോന്നു. അങ്ങനെയൊക്കെ ആയി ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ക്യാൻസർ ആണ്, സീരിയസ് ആണ്, കുറെ ലേറ്റ് ആയി. ഇപ്പൊ മജ്ജ മാറ്റി വെക്കലാണ് ആകെ ഒരു പരിഹാരമായിട്ടുള്ളത്. അപ്പൊ ആളുടെ മൂത്ത ബ്രദർ തന്നെ അത് കൊടുക്കുന്നുണ്ട്. അവരിപ്പം ചെന്നൈയില് അഡ്മിറ്റ് ആയിട്ടാ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ? അതായത് ഈ അക്യുപഞ്ചറിലേക്ക് വരാൻ പറ്റുമോ? അക്യുപങ്ചർ നിങ്ങൾക്ക് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ഏതൊരു രോഗങ്ങൾക്കും, അത് പ്രസവിച്ച ഉടനെയുള്ള കുട്ടി മുതൽ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളാവട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ വരെ ആവട്ടെ, ഏതൊരു രോഗിക്കും ഏത് രോഗാവസ്ഥയിലും ചെയ്യാൻ പറ്റിയ ഇന്നത്തെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫസ്റ്റ് ആയ, എന്നാൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഈ രോഗിയെ ചൂഷണം ചെയ്യാത്ത ഒരേ ഒരു ചികിത്സ നമ്മുടെ അറിവിൽ ഇന്ന് സിംഗിൾ പോയിന്റ് അക്യുപങ്ചറേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം നമ്മൾ ഈ പറയുന്നത് ഒരു തള്ളായിട്ടോ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. അതിനു മുൻപ് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, നിങ്ങൾ സ്വയം ഓരോന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ ഈ പറയപ്പെട്ട ആളുടെ അവസ്ഥ എന്താണ്? ഈ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചികിത്സകൾ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഇപ്പോൾ അക്യുപങ്ചറിൽ വരെ ആൾക്കാർ വരുന്നത്, ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അവരുടെ അസുഖം മാറി, അവർ രണ്ടാളോട് പറഞ്ഞു, അവർ രണ്ടാളും വന്നു, അങ്ങനെയാണല്ലോ. നമ്മൾ കൂടുതൽ പരസ്യങ്ങളല്ല, നമ്മുടെ പരസ്യം എന്ന് പറയുന്നത് ഇവിടെ ചികിത്സക്ക് വന്ന പേഷ്യൻസ് തന്നെയാണ്. അതുപോലെ നിങ്ങളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ട്രീറ്റ്മെന്റ് സക്സസ് ആണോ അല്ലേ എന്നുള്ളത്, എത്ര പേർക്ക് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒരാൾ മാത്രമല്ലല്ലോ, അത് ചെയ്തിട്ട് എത്രമാത്രം ഗുണമുണ്ടായി എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി നടത്തിയിട്ട് വേണം ചികിത്സ ഏതെന്ന് സ്വീകരിക്കേണ്ടത്.
ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ അവരുടെ കീഴിലാവാൻ പാടില്ല. നമ്മുടെ ബുദ്ധിയെ നമ്മൾ പണയം വെക്കാൻ പാടില്ല. ഇല്ല, എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ സാറിന്റെ അടുത്ത് തന്നെ ചികിത്സിക്കുന്നതാണ്. അതായത് ഉമ്മാക്ക് മാറ്റമുണ്ട്. ഇപ്പൊ കസിൻ ബ്രദറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ആളിപ്പം അവര് ഏത് ഘട്ടത്തിലായാലും അക്യുപങ്ക്ചർ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു രോഗശമനം അവർക്ക് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണ് സാറിന്റെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇപ്പോ അലോപ്പതി ഡോക്ടർമാരൊക്കെ ചെറിയ കുട്ടികൾക്ക് ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ 5 വയസ്സായ കുട്ടിക്ക് ഇപ്പോ അടുത്തൊരു ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോ അതിനുശേഷം അവര് പനിക്കും എന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, 6 മണിക്കൂർ ഇടവിട്ട് പനി വരും. അപ്പോഴൊക്കെ നിങ്ങൾ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പനിയുടെ മരുന്നും കൂടെ കൊടുക്കുന്നു ഈ ഇഞ്ചക്ഷൻ ചെയ്തതിനൊപ്പം. അപ്പൊ അങ്ങനെ കുട്ടിക്ക് പനിക്കുന്നുണ്ട്, അപ്പൊ മരുന്ന് കൊടുക്കുന്നു, വീണ്ടും പനിക്കുന്നു, വീണ്ടും മരുന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ പനിയെ അമർത്താണല്ലോ അവര് ചെയ്യുന്നത്. നമ്മളിപ്പോ പനി വരുന്നത് ആ പ്രവർത്തനം, ആ പനിയെ എന്തിനാണോ, അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ പിറക്കുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അത് പൂർണ്ണമായും ആരോഗ്യത്തോടു കൂടിയാണ്. അതിനെ ഇന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൃത്രിമമായി ചെയ്യുമ്പോൾ അത് ആ ശരീരത്തോട് ചെയ്യുന്ന തിന്മയാണ്. അത് എന്ത് പേര് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓരോ അസുഖത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഓരോ പ്രായത്തിൽ ഇങ്ങനെ അതാ ഞാൻ ചോദിക്കുന്നത്. അത് ഓൾറെഡി അതായത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇതിനെ ലോജിക്കലി പറയുമ്പോൾ ഏതോ ഒരു രോഗം അതിന് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നെ ശാസ്ത്രീയ വശങ്ങൾ പറയുന്നത് എന്താണ്, ആ രോഗത്തിന്റെ രോഗാണുവിനെ ഡിയാക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ കൊടുക്കുകയാണ് എന്നാണ്, അല്ലെ? അപ്പോൾ ആ ശരീരത്തിൽ ഇതിനെതിരെ പോരാടാനുള്ള ശേഷി വരും. അങ്ങനെയാണെങ്കിൽ ആ രോഗം വരാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്? അപ്പോ എന്റെ കുട്ടിക്ക് ഇങ്ങനെ 5ാം പനി വന്നിട്ട് വലിയ ബുദ്ധിമുട്ടായപ്പോ പനിയുടെ പേര് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പനികളുടെ പേരിന് അവിടെ പ്രസക്തിയില്ല. ശരീരം ആകെ മൊത്തം ഏത് സന്ദർഭങ്ങളിലും ശരീരം, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന് ആവശ്യമില്ലാത്ത ഏതോ ഒരു മാലിന്യത്തെ അല്ലെങ്കിൽ ശരീരത്തിന് ആപത്തുണ്ടായേക്കാവുന്ന ഏതോ ഒരു വസ്തുവിനെ ശരീരം കണ്ടെത്തി അതിനെ പുറന്തള്ളാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് അതിന്റെ ചൂട് കൂട്ടുന്നത്. ഇതിനൊരു പേര് ആവശ്യമാണോ? പനി എന്നതിന് അപ്പുറം വേറൊരു പേര് ആവശ്യമുണ്ടോ? എടുത്തു കഴിയുമ്പോ അങ്ങനെ പനി വരുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെ? ഇപ്പൊ ഈ കുത്തിവെപ്പുകൾ കുഞ്ഞിനെ എടുത്തു കഴിയുമ്പോ തന്നെ കുറച്ച് കഴിയുമ്പോ രാത്രി ആകുമ്പോഴേക്കും പനി വരുന്നുണ്ട്. അതിന്റെ ഉത്തരം പറയേണ്ട, കുത്തിവെപ്പ് എടുത്തത് കൊണ്ട് എന്ത് പനി വരുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് അത് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശരീരത്തെ മനസ്സിലാക്കിയ ആൾക്കാർ എന്നുള്ള നിലയിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന ഏതൊരു വസ്തു ശരീരത്തിൽ വന്നാലും അത് പുറമെ, ഞാൻ പറഞ്ഞു ആദ്യമേ, പുറമെ നിന്ന് വന്നതാവാം, അല്ലെങ്കിൽ അത് അകത്ത് തന്നെ അടിഞ്ഞുകൂടിയതാവാം. അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം എന്ത് ചെയ്യും? ശരീരത്തിന്റെ സാധാരണ ടെമ്പറേച്ചറിൽ നിന്ന് അതിനെ കൂട്ടും. അത് എത്രത്തോളം ഉണ്ട് അതിന്റെ തോതനുസരിച്ച് പനിയുടെ സമയം, ദൈർഘ്യവും അതനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ഈ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും, അല്ലേ? അങ്ങനെയാണല്ലേ? സാധാരണ കുട്ടികൾക്ക് ഇപ്പൊ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ പ്രതിരോധ കുത്തിവെപ്പുകള്. അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് തന്നെ ഊഹിച്ച് അത് മനസ്സിലാക്കാവുന്നതാണ് കൃത്യമായിട്ട്. ശ്രദ്ധിക്കാൻ നമ്മുടെ ടൈം, നിശ്ചിത ടൈം നമുക്ക് കഴിയണമെന്നുണ്ട്. ഇനി 1-2 ചോദ്യം, ഒരു ചോദ്യം അവസാനമായി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതുകൂടെ ചോദിച്ച് നമുക്ക് ചോദിച്ചോട്ടെ. അസ്സലാമലൈക്കും. ഈ പനി പകരുമോ? ഒരാൾക്ക് പനി വന്നാല് അടുത്ത് മിങ്കിൾ ചെയ്താൽ വേറെയാൾക്ക് പകരുന്ന, അതിനെ പറ്റി അങ്ങനെയാണോ പറയുന്നത്? എന്താണ് പനി? ഈ ക്ലാസ് മുഴുവൻ കേട്ടില്ലേ? അല്ല, സാർ പറഞ്ഞെല്ലാം മനസ്സിലായിരുന്നു. പക്ഷെ എന്നാലും ഈ മുണ്ട് വീക്കെല്ലാം ഇപ്പം
അങ്ങനെ അതിലൂടെ പനി വരുന്നുണ്ടല്ലോ, അത് പകരുന്ന അങ്ങനെ അതെ, ആൾക്കാരെ നമ്മൾ ഇപ്പൊ എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു വസ്തു വന്നു, അത് ഏതോ പുറമേ നിന്നോ അല്ലെങ്കിൽ പിന്നെ എന്റെ ശരീരത്തിൽ തന്നെയോ അടിഞ്ഞുകൂടിയ വസ്തുക്കളിൽ നിന്ന് ശരീരത്തിന് വേണ്ടാത്തവയെ കണ്ടെത്തി കഴിഞ്ഞാൽ ശരീരം പനിപ്പിച്ച് പുറന്തള്ളും. അത് മനസ്സിലായി സാർ പറഞ്ഞത്. അത് അടുത്തുള്ള ആളുടെ ശരീരത്തിന് ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായത് കൊണ്ട് അയാൾക്ക് പനിക്കണം എന്നില്ല. കൂടെ പനിക്കുന്ന ആളുമായിട്ട് സഹവസിച്ച എല്ലാവർക്കും പനി വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. ഇല്ല. മറിച്ച് വരാം ചില ആൾക്കാർക്ക് അയാളുടെ ശരീരത്തിനും ഈ സാധനത്തെ മാറ്റേണ്ട, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെയും ഈ മാലിന്യത്തെ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനത്തെ കളയേണ്ട ഒരു സന്ദർഭം ആ ശരീരം തീരുമാനിച്ചു. ആ സമയത്ത് പനി വന്നു. അത് ഇതും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, ശരി. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ എല്ലാവർക്കും വരണം. ഓക്കെ, അല്ലെ? അതല്ലേ ശരി? ഇപ്പൊ ഞാൻ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല വാസനയുള്ള ഒരു അത്തറ് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ, അത് ശ്വസിക്കുന്ന അതിന്റെ റേഞ്ചിലുള്ള അതിന്റെ സർവൈവലുള്ള എല്ലാവർക്കും അത് ശ്വസിക്കൂലേ? മണക്കൂലേ? അത് ആ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ലേ? ഇത് പകരലാണ്. അല്ലെ? അതുപോലെ സംഭവിക്കുന്നുണ്ടോ പനിയുടെ കാര്യത്തിലും മറ്റേത് രോഗത്തിന്റെ കാര്യത്തിലും? ഇല്ല. അപ്പൊ നിങ്ങൾ അത് വിലയിരുത്തുക, നിങ്ങൾ സ്വയം അത് ആലോചിക്കുക എന്ത് വേണം എന്നുള്ളത്. എന്നിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ശരി, താങ്ക്സ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ആരോഗ്യപാലനം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അത് വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യാവുന്നതുമാണ്. ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? അതല്ല വൈൻഡപ്പ് ചെയ്യുന്നോ? മുഹമ്മദ്, ഇനി ആർക്കും ഒന്നും ഇല്ല, സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം നുസ്രത്ത് മാം നന്ദി പറഞ്ഞോട്ടെ. നമുക്ക് അവസാനിപ്പിക്കല്ലേ? അതെ. ഇനി ബാക്കി സംശയമുള്ളവരൊക്കെ ആരോഗ്യപാലന ഗ്രൂപ്പില് ചോദിച്ചോട്ടെ. നമുക്ക് അപ്പപ്പോ അവസരത്തിനൊപ്പിച്ച് സംശയ നിവാരണം നടത്താം. പനിയെ സംബന്ധിച്ചാവട്ടെ, മറ്റേത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാവട്ടെ, സംശയ നിവാരണം കൃത്യമായി അക്യുപങ്ചർ വ്യൂ അനുസരിച്ച് അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിവാരണം നമുക്ക് ഗ്രൂപ്പിലൂടെ കിട്ടുന്നതാണ്. എല്ലാ സമയത്തും ഏത് സമയത്തും അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാനിരിക്കുകയാണ്. അടുത്ത പരിപാടിക്ക് നന്ദി അർപ്പിക്കാൻ അക്യുപങ്ചർ പ്രാക്ടീഷണർ നുസ്രത്ത് ഹമീദിനെ ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഹാപ്പി ഹെൽത്തി ഈവനിങ് വൺ ആൻഡ് ഓൾ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പനിയെക്കുറിച്ചുള്ള ഒരു ഭയം ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് കുറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു റേഡിയേഷൻ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്കാക്കാവുന്നതാണ്. പിന്നെ ഇപ്പൊ ഇവിടെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അക്യുപങ്ചർ പ്രാക്ടീഷണർ മുഹമ്മദ് KC, അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ച അക്യുമാസ്റ്റർ റുവൈദ ഖാലിദ്, അതുപോലെ വിഷയം അവതരിപ്പിച്ച അക്യുപങ്ചർ പ്രാക്ടീഷണർ അബ്ദുൾ ഷുക്കൂർ, അതുപോലെ ഇവിടെ ഈ ഒരു ക്ലാസ്സിലേക്ക് വളരെ കൃത്യമായി എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരം ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിപ്പാണ് എന്ന് നിങ്ങളെ ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏവർക്കും പനി ആസ്വദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സൂം മീറ്റ് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. നന്ദി.